ഇന്ന് നമുക്ക് വൈറ്റമിൻ അല്ലെങ്കിൽ മിനറൽ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യമായി ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ്, അതായത് എ, ഡി, ഇ ആൻഡ് കെ. ഇവയുടെ ആഗീരണത്തിന് കൊഴുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഉച്ചഭക്ഷണം അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. ആരോഗ്യപ്രദമായ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന മുട്ട, നട്ട്സ്, അവക്കാഡോ ഇവയുടെയൊക്കെ ഒപ്പം കഴിക്കാവുന്നതാണ്. അവക്കാഡോ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയും. ഇത് വെറും വയറ്റിൽ അല്ലെങ്കിൽ ലഘുഭക്ഷണത്തിനൊപ്പം കഴിക്കാവുന്നതാണ്, അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക്. ഇത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വിറ്റമിൻ ആയതുകൊണ്ട് ആഹാരമില്ലാതെ തന്നെ ഇത് ആഗിരണം ചെയ്യും. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വൈറ്റമിൻസ് ആയതുകൊണ്ട് ഇത് രാവിലെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാൽസ്യം എപ്പോഴും ആഹാരത്തിനൊപ്പം കഴിക്കുന്നതാണ് നല്ലത്. ഒരു സമയം 500 മില്ലിഗ്രാമിൽ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഇത് രാവിലെയും വൈകിട്ടുമായി കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അയൺ, സിങ്ക് എന്നിവയും കഴിക്കരുത്. ഇതും ഇതിൻ്റെ ആഗീരണത്തെ തടസ്സപ്പെടുത്തും. ഇനി അയൺ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ ചിലർക്ക് ഇത് ഇങ്ങനെ കഴിച്ചാൽ വയറിന് അസ്വസ്ഥത, വയറിളക്കം ഇവയൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആഹാരം കഴിഞ്ഞിട്ട് കഴിക്കാവുന്നതാണ്. വൈറ്റമിൻ സി ഇതിൻ്റെ കൂടെ കഴിച്ചാൽ ആഗീരണം വേഗത്തിലാകും. പാലുൽപ്പന്നങ്ങൾ, ചായ, കാപ്പി ഇവയൊക്കെ ഇതിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഗീരണത്തെ തടസ്സപ്പെടുത്തും. മഗ്നീഷ്യം രാത്രി ആഹാരത്തോടൊപ്പമോ ആഹാരമില്ലാതെയോ കഴിക്കാവുന്നതാണ്. മഗ്നീഷ്യത്തിന് മസിൽസിനെ റിലാക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത് നല്ല ഉറക്കത്തിനെ സഹായിക്കുന്നു. അയൺ, കാൽസ്യം സപ്ലിമെന്റ്സിന്റെ കൂടെ മഗ്നീഷ്യം ഒരിക്കലും കഴിക്കരുത്. സിങ്ക് ഇത് ഉച്ചഭക്ഷണം അല്ലെങ്കിൽ അത്താഴത്തിനൊപ്പം കഴിക്കാവുന്നതാണ്. ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ മനം പുരട്ടൽ, വയറിൽ അസ്വസ്ഥത ഇവയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അയൺ, കാൽസ്യം സപ്ലിമെന്റ്സിന്റെ കൂടെ ഇത് കഴിക്കാൻ പാടില്ല. മൾട്ടി വിറ്റമിൻസ് ഇത് ദിവസത്തിൽ ഒരു നേരം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പ്രഭാത ഭക്ഷണത്തിനൊപ്പമോ ഉച്ചയ്ക്കോ കഴിക്കാവുന്നതാണ്.